ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ വന്നിട്ട് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് ഡേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഡേയിലോട്ട് പോവാട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ വെളുപ്പിന് 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വേളാങ്കണ്ണിയിലെത്തിയത്. അപ്പോൾ അവിടെ റൂം എടുത്തു. ഞങ്ങളൊരു AC റൂമായിരുന്നു എടുത്തത്. അതിലിതാ ഒരു ഡബിൾ കോട്ട് ബെഡും പിന്നെ ഒരു സിംഗിൾ ബെഡും ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിയൊന്നുമില്ല. വന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ നേരെ കുളിക്കാനാണ് കേട്ടോ കയറിയത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഫുഡ് റെഡിയായെന്ന് പറഞ്ഞത്. താഴെ വേണം ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. ഞങ്ങളുടെ റൂം സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. ഫുഡ് വേണമെങ്കിൽ നമുക്ക് മുകളിൽ കൊണ്ടുവന്ന റൂമിൽ വെച്ചിട്ടിരുന്ന് കഴിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ താഴെ പോയാണ് കേട്ടോ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ റെഡി ആവാനാണ് കേട്ടോ കയറിയത്. 9 മണിക്കാണ് മലയാളം കുർബാന ഉള്ളത്. അപ്പം നമുക്ക് അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. 9 മണിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ മലയാളം കുർബാന. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഭാഷകളിലാണ് കുർബാനയൊക്കെ നടക്കുന്നത്. ഞാൻ എന്നിട്ട് ഈ സാരിയാണ് കേട്ടോ, വേറെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരിയാണ്. ഇതിൻ്റെ ഫേവറേറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വെയർ ചെയ്യുന്നത്. എനിക്കുള്ള സാരികളിൽ ഏറ്റവും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വണ്ണാണ് ഈ ഒരു സാരി കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്, പറഞ്ഞാലും മതിയാകില്ല, എനിക്ക് അത്രയും ഫേവറേറ്റാണ് എൻ്റെ ഈ സാരി. എന്നിട്ട് ഞങ്ങളിതാ പള്ളിയിൽ പോയി. ഇതാണ്ടോ പള്ളി, ഇതാണ് കുർബാന നടക്കുന്ന പള്ളി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പള്ളികളൊക്കെ മാറിപ്പോകും കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ അടുത്തടുത്തായിട്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെയും പള്ളികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വഴികളും. നമ്മൾ വന്ന വഴി പിന്നെ തിരിച്ച് പോകാൻ നമ്മൾ ഏത് വഴിയാണ് വന്നത് ഏത് വഴിയാണ് പോകേണ്ടതെന്നുള്ളത് സത്യം പറഞ്ഞാൽ മറന്നു പോവും. അതുപോലെയാണ് കേട്ടോ ഇവിടെ. പിന്നെ മലയാളം കുർബാന കാണാനായിട്ടൊക്കെ മെയിനായിട്ട് ഈ പള്ളിയിലാണ് വരുന്നത്. മലയാളം തന്നെയല്ല കേട്ടോ, എല്ലാ ഭാഷകളും ഉണ്ട് ഇവിടെ കുർബാന. ഇതാണ് കുർബാന നടക്കുന്ന പള്ളി. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കൊങ്ങിണി അങ്ങനെ പല ഭാഷകളിലും ഇവിടെ കുർബാന നടത്താറുണ്ട് കേട്ടോ. ഈ പള്ളിയിൽ നിന്ന് പിന്നെ അപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്, അങ്ങോട്ടാണ് കേട്ടോ പിന്നെ പോയത്. ഇത് നേർച്ചകളൊക്കെ നടത്തുന്ന പള്ളിയാണ്. ഇവിടെയാണ് എല്ലാ നേർച്ചകളും നടത്തുന്നത്. മുട്ടിലെഴയുന്നതും അടിനേർച്ചയും പിന്നെ തൊട്ടിൽ കെട്ടലും താലി കെട്ടലും താഴന്താക്കോലിടലും പിന്നെ കുടുംബസമാധാനത്തിന് അങ്ങനെ എല്ലാ നേർച്ചകളും ഇവിടെയാണ് കേട്ടോ കഴിക്കുന്നത്. ഒരുപാട് നേർച്ചകളൊക്കെ ഉണ്ട്. ആ നേർച്ചകളൊക്കെ നമ്മൾ നിറവേറ്റണത് ഈ പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെയാണ് മുട്ടിൽ നിരങ്ങിയും അടിനേർച്ചയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഒരു പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നാണ് ഈ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് നേർച്ച ചെയ്യുന്നത്. അതായത് മുട്ടിലിഴയിലും അടിനേർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് ആ പള്ളി കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പള്ളിയുടെ നേരെയാണ് നേർച്ച നടത്തുന്ന പള്ളിയുള്ളത്. ഇതാണ് മെയിൻ പള്ളി, അതായത് പഴയ പള്ളി ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനായില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാലും ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ആയിപ്പോവും. പക്ഷേ ആദ്യത്തെ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെ കൺഫ്യൂഷൻ. പിറ്റേ ദിവസം എനിക്ക് അത് മാറി. ഇന്ന പള്ളി ഏതാണ്, അപ്പുറത്തുള്ള പള്ളി ഏതാണ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറിക്കിട്ടി. അപ്പോൾ ഇതാണ് മെയിൻ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ. നല്ല മഴക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ മഴക്കാർ വെച്ചിരിക്കുന്നതുണ്ടോ. നല്ല അടിപൊളി മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പോഴേ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു. എല്ലാം കഴിഞ്ഞ് ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞ് തിരിച്ച് റൂമിലോട്ട് നടക്കുമ്പോഴതാ ഇതുപോലൊരു മഴ അങ്ങ് കിട്ടിയത്. നല്ല അടിപൊളി ഒരു തകർപ്പൻ മഴയായിരുന്നു കേട്ടോ പെയ്തത്. ഒരു രക്ഷയില്ലാണ്ട് നിന്ന് പെയ്ത മഴ. പക്ഷെ അധികം സമയമൊന്നും നിന്നില്ല. ഒരു 5-10 മിനിറ്റ് എന്തോ ഈ മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുപോലെ പൂമാലയൊക്കെ വിൽക്കുന്ന കടയുടെ ഫ്രണ്ടിലാണ് കേട്ടോ കയറി നിന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ വന്ന് തോർന്ന് ശാന്തമായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റൂമിലോട്ട് നടക്കുവാണ് കേട്ടോ. പോണ വഴിക്കൊക്കെ തന്നെ കുറേ കടകളുണ്ട്. പള്ളിയുടെ അരികിൽ തന്നെയാണ് ഈ കടകളൊക്കെ എല്ലാം ഉള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ വന്നത് കുർബാന നടന്ന പള്ളിയുടെ സൈഡിൽ കൂടെ ആയിരുന്നു വന്നപ്പോൾ അതിൽ തന്നെ തിരിച്ചു പോകാമെന്ന് കരുതി നടക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് വേണ്ട ഈശോയുടെ ഒരു രൂപം നല്ല വലുതാണ് കേട്ടോ.
രസമില്ല കാണാൻ. അത് കഴിഞ്ഞിട്ടും മഴക്കാർ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊന്ന് വേഗം സ്ഥലം കാലിയാക്കാന്ന് ഓർത്ത് നടക്കുമ്പോഴാണ് എൻ്റെ കസിൻസിനെ അവിടെ വെച്ച് കണ്ടത്. അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഞങ്ങൾ പിരിഞ്ഞു. പോകാൻ നേരം നല്ല വിശപ്പ്. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി, മലയാളീസിൻ്റെ ഹോട്ടലിൽ കയറിയിട്ട് നെയ്റോസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ ചെന്നിട്ട് എന്തെങ്കിലും വീണ്ടും കഴിക്കാനൊരു കൊതി. അപ്പോഴത്തെ ചക്ക വറുത്താണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നപ്പോഴത്തേക്കും ഫുഡ് റെഡിയായെന്ന് പറഞ്ഞു. ഫുഡ് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി. നല്ല രസമുണ്ടായിരുന്നു. കൊണ്ടുവരുന്ന ആൾ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നത്. നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും റെഡിയായി പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. ഇനി അടുത്ത പോക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ കടകളിലൊക്കെ കയറി എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് കരുതിയാണ് കേട്ടോ പോയത്. പോണ വഴിക്ക് അമ്മ കോഫി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോഫി വാങ്ങി കുടിച്ചു. അപ്പോൾ ഞങ്ങളിതാ ബീച്ചിൻ്റെ സൈഡിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇതാണ് ബീച്ച്. ഞങ്ങൾ ബീച്ചിലോട്ട് വന്നത് കടകളൊന്നും ഇല്ലാത്ത, അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഷോർട്ട് കട്ട് വഴി കൂടെയാണ് കേട്ടോ വന്നത്. അതല്ലാതെ മെയിൻ പള്ളിയുടെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ഈ ബീച്ച്. അതായത് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കണം. അപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ട് തൊട്ട് ഈ ബീച്ച് സൈഡ് അറ്റം വരെ ഫുള്ള് കടകളാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം ഫുള്ള് കടകളാണ്. അപ്പം ഞങ്ങൾ വന്നത് ആ വഴിയല്ല, വേറെ വഴി കൂടെയാണ് കേട്ടോ ബീച്ചിലോട്ട് വന്നത്. പിന്നെ ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസ് ആയിരുന്നു. അതായത് എപ്പിക് റോളർ കോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ. ഞങ്ങളിത് കുറേ നേരം കണ്ടിരുന്നായിരുന്നു. ആദ്യം വേറൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി ഫുള്ള് ഭയങ്കര പേടിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ ഈ കുട്ടി സ്റ്റാർട്ടിങ് തൊട്ട് തീരണ വരെ ഒരു പേടിയില്ലാണ്ട് ഇങ്ങനെ നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വേറെയും ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചോളവും പൊട്ടാറ്റോ സ്പ്രിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പൊട്ടാറ്റോ സ്പ്രിങ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് ഒരെണ്ണം വാങ്ങി തന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് എവിടെ കണ്ടാലും വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കാണാനും രസമാണ്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റി ആയതുകൊണ്ട് ഞാൻ മേടിച്ച് കഴിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കടകളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് റൂമിൽ ചെന്നപ്പോഴത്തേക്കും ചോറും മീൻ കൂട്ടാനും ബീട്രൂട്ടും അച്ചാറൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചു. വിശപ്പില്ലായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശപ്പ് വന്നു. അപ്പോൾ ഞാനും ചേട്ടനും എൻ്റെ ബ്രദറും കൂടെ എന്തെങ്കിലും പോയി കഴിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ രാത്രി പുറത്ത് പോയി. നടക്കുമ്പോഴത്തേക്കും KFC കണ്ടു. എന്നാൽ KFC എങ്കിൽ KFC എന്ന് കരുതി അവിടെ കയറി ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ലോലിപോപ്പും പിന്നെ ഫ്രൈഡ് ചിക്കനും ആണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് നടക്കുമ്പോഴത്തേക്കും നല്ല ടയേർഡായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കണ്ണൊക്കെ അങ്ങ് അടഞ്ഞു പോവുമായിരുന്നു. എന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.